ഹായ് ഓൾ, വെൽക്കം ടു എൻട്രിയ. എൻ്റെ പേര് റിജിൻ. ഫൈനലി നമ്മുടെ RRB NTPCയുടെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതും ഗ്രാജുവേറ്റിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. രണ്ടും സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെയും വേക്കൻസീസും ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു എക്സാമിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ PDF ഒക്കെ തന്നെ ഓൾറെഡി കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് ഈ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിനും തമ്മിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വേക്കൻസീസ് ഇപ്പം വിളിച്ചിരിക്കുന്ന കുറവാണെങ്കിൽ പോലും നമുക്ക് മേ ബി ഫ്യൂച്ചറിലെ വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ALPയുടെ കേസിലായാലും ടെക്നീഷ്യൻ്റെ കേസിലൊക്കെ തന്നെ വേക്കൻസീസ് നമുക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ആ ഒരു വേക്കൻസി കുറവാണ് എന്നുള്ളൊരു തോട്ട് കാരണം നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ ഒരിക്കലും എഫക്റ്റ് ആവാൻ പാടില്ല. ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഇവിടെ ഒരുപാട് എക്സാംസ് അലൈൻഡ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് എക്സാംസ് ഇനി നടക്കാൻ പോവുകയാണ്. ആൻഡ് മേ ബി നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ഫ്യൂച്ചറിൽ കൂടട്ടെ നമ്മൾ വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ അത് കാരണം എഫക്റ്റ് ആവാൻ പാടില്ല. ഇനി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഓൾറെഡി വളരെ നേരത്തെ ഒരു 3 മാസം 4 മാസം മുമ്പ് തന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ NTPCക്ക് എത്ര പോസ്റ്റിന് വിളിച്ചിട്ടുണ്ടോ അത്രയും പോസ്റ്റ് ഈ വട്ടം വിളിക്കാൻ സാധ്യതയില്ല. ഈ വട്ടം പോസ്റ്റുകൾ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓൾറെഡി. അതുപോലെ തന്നെ ചില പോസ്റ്റുകളുടെ പേര് മാറും എന്നുള്ള കാര്യങ്ങളടക്കം നമ്മൾ ഒരു 3-4 മന്ത്സ് മുമ്പ് തന്നെ നമ്മൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ വഴി അല്ലെങ്കിൽ വീഡിയോസ് വഴി നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തും അതിൻ്റെ അകത്ത് ഒരു ചില പോസ്റ്റുകൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില പോസ്റ്റുകൾ നമുക്ക് ഈ വട്ടം ഇപ്പം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ കാണാനില്ല. അതുപോലെ തന്നെ ചില പോസ്റ്റുകളുടെ പേര് മാറിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗുഡ്സ് ഗാർഡിൻ്റെ ഒക്കെ പേര് മാറി ട്രെയിൻസ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് ആ ഒരു നെയിമിലേക്ക് മാറുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും മാറിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്ന ആ ഒരു 2 പോസ്റ്റുകൾ ലൈക്ക് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാം. സോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് രണ്ടും റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC. അപ്പം നോൺ ടെക്നിക്കൽ ആണ്. ലൈക്ക് ഏതൊരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏതൊരു ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഈ ഒരു എന്താ പറയുക ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് +2 മാത്രം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ്റെ ആണ് നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഫ്രണ്ട് പേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് കാറ്റഗറി നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം വന്ന നോട്ടിഫിക്കേഷൻ അതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് റിലീസ് ചെയ്തത് 13 സെപ്റ്റംബർ ആണ് റിലീസ് ചെയ്തത്. നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ 14 സെപ്റ്റംബറിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് നമുക്ക് അടുത്ത മാസം 13th ആണ് വരുന്നത്. 13 ഒക്ടോബറിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ളത്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല. ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മുടെ സൈറ്റ് കിട്ടാനും നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ തന്നെ നല്ല ബുദ്ധിമുട്ട് മേ ബി വന്നെന്ന് വരാം. സോ അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. എത്രയും വേഗം തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ ആ ഒരു മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്യും. ആ ഒരു വിൻഡോയുടെ ആ ഒരു ഡേറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻസ് ഇൻ ആപ്ലിക്കേഷൻ ഫോം വിത്ത് പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീ എന്നുള്ളത് നമുക്കവിടെ 16/10/2024 എന്ന് പറഞ്ഞാൽ 13-ാം തീയതി നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ആയതിനു ശേഷം 3 days കഴിഞ്ഞ് 16 തൊട്ട് 25 വരെ നമുക്കത് മോഡിഫൈ ചെയ്യാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ഫീൽഡിംഗ് ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് ഫോം ആൻഡ് ചൂസ് RRB cannot be modified. അപ്പോൾ നമുക്ക് ഓൾറെഡി മുമ്പുള്ള എക്സാംസിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആദ്യമേ ഈ ഒരു RRBൻ്റെ ആ ഒരു സൈറ്റിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ആ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. സോ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഈ വർഷം റെയിൽവേയുടെ എക്സാംസിൽ ഇതുവരെ ഒന്നും അപ്ലൈ ചെയ്യാതെ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരാളെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് ഒക്കെ തന്നെ യൂട്യൂബ് ചാനലിൽ ചെന്ന് അവിടെ നിന്ന് കാണാവുന്നതാണ്, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഒരു ചെറിയ പ്രോസസ്സാണ്. ലൈക്ക് ഒരു ഫ്യൂ മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയുക വളരെ പെട്ടെന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചു കൊടുക്കുക. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതും നമുക്ക് ഫീസ് അടച്ച് അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ഏത് കാറ്റഗറി ആണെങ്കിലും ഫീസ് അടച്ച് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന പോസ്റ്റുകളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 5 പോസ്റ്റാണ് ഈ ഒരു ഗ്രാജുവേഷൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏജ് ലിമിറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്കറിയാം. അപ്പോൾ സാധാരണ NTPCയുടെ ഏജ് ലിമിറ്റ് വരുന്നത് 33 വരെയാണ്. പക്ഷേ ഈ വട്ടം നമ്മുടെ ആ ഒരു കോവിഡിന്റെ കാരണമുള്ള ഒരു ഏജ് റിലാക്സേഷൻ എല്ലാ കാറ്റഗറിക്കും കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ജനറൽ കാറ്റഗറി. സോ ഈ വട്ടത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33യുടെ കൂടെ 3 കൂടി ആഡ് ചെയ്ത് 36 ഇയേഴ്സ് ആണ് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക്. അത് കൂടാതെ തന്നെ പിന്നെ SC ST OBCക്കൊക്കെ ബാക്കി കാറ്റഗറിക്കുള്ള യൂഷ്വൽ റിലാക്സേഷൻ അത് കൂടാതെ തന്നെ കിട്ടുകയും ചെയ്യും എന്ന് ഞാൻ OBCക്ക് ആ ഒരു കിട്ടുന്നതും അതുപോലെ 3 ഇയേഴ്സും അതുപോലെ നമ്മുടെ SC ST കിട്ടുന്ന 5 ഇയേഴ്സും ബാക്കിയുള്ള കാറ്റഗറി കിട്ടുന്ന ആ ഒരു എന്താണോ സാധാരണ കിട്ടുന്ന അത് ഓൾറെഡി കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇൻക്ലൂഡിങ് ജനറൽ കാറ്റഗറിക്ക് ആ ഒരു 3 ഇയർ റിലാക്സേഷൻ കൂടി കിട്ടിയിട്ട് 36 ഇയേഴ്സ് വരെയാണ് ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ഈ ഒരു കാറ്റഗറിന്റെ അണ്ടറിൽ വരുന്ന ഇപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന നമുക്ക് ഈ ഒരു ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ ലെവൽ 6ഉം ലെവൽ 5ന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ്. അതിന്റെ ഒരു ഇനീഷ്യൽ പേ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്രത്തോളം വേക്കൻസിയാണ് ഓരോ പോസ്റ്റിന് വരുന്നത് എന്നുള്ളത് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം കാണാൻ പറ്റും നമുക്ക് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന് 1736, സ്റ്റേഷൻ മാസ്റ്ററിന് 994 വേക്കൻസീസ്, ഗുഡ്സ് ട്രെയിൻ മാനേജർ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റാണ് ഇപ്പം മാറി ഗുഡ്സ് ട്രെയിൻ മാനേജർ അല്ലെങ്കിൽ ട്രെയിൻസ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് മാറിയത്. സോ അത് 3144 വേക്കൻസീസ് ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന് 1507ഉം സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് 713. ടോട്ടൽ വേക്കൻസി അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് 8113 വേക്കൻസീസ് ആണ് നമുക്ക് വരുന്നത്. പല സോണുകളിലായിട്ടാണ് ഡിവൈഡ് ആവുന്നത്. ഓക്കെ, പല പല സോണുകളായിട്ടാണ് ഡിവൈഡ് ആവുന്നത്. ഇനി നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ കേസിൽ പോവുകയാണെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 20th ആണ്. 20th സെപ്റ്റംബർ ആണ് നോട്ടിഫിക്കേഷൻ വന്നത്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 21st ആണ്. ആൻഡ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 20 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് അതിൻ്റെയും ഒരു മോഡിഫിക്കേഷൻ വിൻഡോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2 days കൂടി കഴിഞ്ഞാൽ ഉടനെ തന്നെ 3 days കൂടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അത് ഓപ്പൺ ആവും 23 തൊട്ട്. എന്നിട്ട് അത് നമുക്ക് 1 November വരെ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഫീസ് അടച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റുകൾ കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ചില പോസ്റ്റുകൾ ഇപ്പോൾ ഇല്ല. അപ്പം ഇതിന്റെ അണ്ടറിൽ നമുക്ക് 4 പോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഒന്ന് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അസിസ്റ്റന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ക്ലർക്ക്. ഇങ്ങനെ 4 പോസ്റ്റുകളാണ് വരുന്നത്. ലെവൽ 2 and 3ന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ്. ഇതിന്റെ ഒരു ഇനിഷ്യൽ പേ അവിടെ കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഒരു പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. ഓക്കെ, +2 കഴിഞ്ഞ ഏതൊരാൾക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി ഒരു എക്സാം എഴുതാൻ. ആൻഡ് 18 ഇയേഴ്സ് ആയിട്ടുണ്ടായിരിക്കണം. 18 വയസ്സ് തൊട്ട് 30 വയസ്സാണ് സാധാരണ ഉള്ള ഏജ് ലിമിറ്റ്. പക്ഷേ ഈ വർഷം നേരത്തെ പറഞ്ഞ ഒരു 3 ഇയർ റിലാക്സേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് 33 ഇയേഴ്സ് വരെ ഈ വർഷം മാത്രം എഴുതാൻ പറ്റും. ഇനി വിളിക്കുന്ന വർഷം ലൈക്ക് മേ ബി നമുക്ക് ഇനി ഈ ഒരു റെയിൽവേയുടെ എക്സാംസ് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് റെയിൽവേ ഇപ്പം വിളിക്കുമ്പോൾ കുറച്ച് വേക്കൻസിക്ക് വിളിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ കേസ് ഇനി അടുത്ത വർഷം വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏജ് റിലാക്സേഷൻ ഒന്നും കാണത്തില്ല. ആ സമയത്ത് വിളിക്കുമ്പോൾ 30 ഇയേഴ്സ് വരെ, ആൻഡ് നമ്മുടെ നേരത്തെ ഗ്രാജുവേറ്റ് കേസിലാണെങ്കിൽ 33 ഇയേഴ്സ് വരെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ആ ഒരു സമയത്ത് ഈ ഒരു ഇപ്പം കിട്ടുന്ന റിലാക്സേഷൻ അതൊരിക്കലും ആ സമയത്ത് കിട്ടുന്നതായിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ വട്ടം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ആ ഒരു വേക്കൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ വേക്കൻസി 3445 വേക്കൻസി ആണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിലുള്ളത്. അതിൽ മാക്സിമം വേക്കൻസി വരുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനാണ് 2022 വേക്കൻസിയും വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനാണ് 990 വേക്കൻസി വരുന്നത്. പിന്നെ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് 361ഉം ട്രെയിൻസ് ക്ലർക്കിന് 72 വേക്കൻസീസും ആണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളെ കുറിച്ചും ആൻഡ് നമുക്ക് ഇവിടെ വന്നേക്കുന്ന നോട്ടിഫിക്കേഷനിൽ വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റുകൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റ് കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റിന് വേക്കൻസീസ് കുറവാണ്, 3445 വേക്കൻസീസേ ഉള്ളൂ. പക്ഷേ ഗ്രാജുവേറ്റിന് 8113 വേക്കൻസീസ് ഉണ്ട്. ഗ്രാജുവേഷൻ ലെവൽ ഏതൊരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഒരാൾക്കും ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ജസ്റ്റ് +2 ഉള്ള ഏതൊരാൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു
ഏജ് ലിമിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 33 ഇയേഴ്സ് ആണ് ഈ വർഷത്തെ നമ്മുടെ NTPC റിലാക്സേഷൻ കൂടി ചേർത്തിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ഏജ് ലിമിറ്റ്. ആൻഡ് 36 ആണ് ഗ്രാജുവേറ്റ് ലെവലിന്റെ ആ ഒരു റിലാക്സേഷൻ കഴിഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ലെവൽ 2 ആൻഡ് ലെവൽ 3ന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റിലാണ് വരുന്നത്. പക്ഷെ അതേ സ്ഥലത്ത് ഗ്രാജുവേറ്റ് ലെവലിൽ സാധാരണ വിളിക്കുന്നത് ലെവൽ 4, ലെവൽ 5, ലെവൽ 6 കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ ഈ വട്ടം വിളിച്ചിരിക്കുന്നത് ലെവൽ 5 ആൻഡ് ലെവൽ 6 കാറ്റഗറി വരുന്ന പോസ്റ്റുകൾ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ഇനി രണ്ടിനെയും ലാസ്റ്റ് ഡേറ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ വന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ പറയുന്ന ഗ്രാജുവേറ്റിന്റെ ആണ്. അതുകൊണ്ട് തന്നെ 13 ഒക്ടോബർ 13 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ആൻഡ് ടുവേർഡ്സ് എൻ്റെ ഒരു വെയിറ്റ് ചെയ്യല്ലേ ഏതൊരു കേസിലാണെങ്കിലും. ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ കേസിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20 ഒക്ടോബർ ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ നിങ്ങൾ എങ്ങനെയായാലും ഈ ഒരു മന്ത് എൻഡിന്റെ ഉള്ളിൽ തന്നെ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ അടുത്ത മന്ത് ഒരു 5th തന്നെ ഒക്ടോബർ 5 മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞ് ഒരുപാട് വെയിറ്റ് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്താൽ മേ ബി ആ ഒരു സൈറ്റ് കിട്ടാനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നേരത്തുള്ള ഇഷ്യൂസ് വരാനും ഒക്കെ തന്നെ ഫേസ് ചെയ്യാനൊക്കെ തന്നെ ചാൻസസ് ഉണ്ട്. ഇനി പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റിന്റെ പോസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നേരത്തേക്ക് നമുക്ക് 5 പോസ്റ്റും 7 പോസ്റ്റിനാണ് വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ വട്ടം 5 പോസ്റ്റും 4 പോസ്റ്റും എന്നുള്ള രീതിയിലാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റിന്റെയും പോസ്റ്റ് ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്ന പോസ്റ്റുകളുടെ ഒരു സീനിയർ പോസ്റ്റ് ആണ് ഗ്രാജുവേഷൻ ലെവലിൽ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ആളുടെ ഒരു ജോലി എന്ന് പറയുന്നത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് വരുന്ന പിന്നെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ് നമ്മുടെ ആ ഒരു ഗ്രാജുവേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ആ പോസ്റ്റ് എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന്റെ കേസിൽ വരുന്നത്. അഗൈൻ അടുത്ത പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് അടുത്ത് വരുന്ന പോസ്റ്റ്. അതിന്റെ സീനിയർ പോസ്റ്റ് ആണ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. സോ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ടൈപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ ടൈപ്പിംഗ് അസിസ്റ്റന്റ് തന്നെ ഉണ്ട്, ലൈക്ക് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. അപ്പോൾ അഗെയിൻ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത്, മെയിൻ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഒന്ന് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടറിൽ വരുന്നത് ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്. വളരെ കുറച്ച് വേക്കൻസി ഉള്ളൂ, നമ്മളിപ്പോൾ കണ്ടായിരുന്നു അത്. പിന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല പോസ്റ്റുകളാണ് സ്റ്റേഷൻ മാസ്റ്ററിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററുടെ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യുന്ന അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടായിരിക്കും. അത്യാവശ്യം വളരെ നല്ലൊരു സാലറിയിൽ ഉള്ള ഒരു പോസ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്. നമ്മൾ ഈ വട്ടം പേര് എന്താ പറയാ നേരത്തെ തന്നെ ചേഞ്ച് ആകുമെന്ന് പറഞ്ഞ ആ ഒരു ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് ലെവൽ 5 അണ്ടറിലാണ് ആ ഒരു പോസ്റ്റും വരുന്നത്. സോ ഇതാണ് പോസ്റ്റിന് ഒരു കമ്പാരിസൺ. സോ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടറിൽ വരുന്ന പോസ്റ്റുകളുടെ ഒരു സീനിയർ പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ് ലെവലിന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ എല്ലാവരുടെയും ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ എഴുതുന്ന എല്ലാവരുടെയും ഒരു എയിം സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ള പോസ്റ്റ് ആയിരിക്കും. ബിക്കോസ് അതാണ് ഏറ്റവും ടോപ്പ് പോസ്റ്റ് ഈ ഒരു NTPC എക്സാംസിൽ വിളിക്കുന്നതില്ല. ഇനി സാലറീസ് ഒന്ന് ചുമ്മാ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ നമ്മൾ ഓൾറെഡി കണ്ടു. പക്ഷേ ഇൻ ഹാൻഡ് വരുന്ന സാലറീസ് എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ 50 to 65,000. വേറെ പോസ്റ്റുകൾക്ക് വേറെ സാലറിയാണ്. പക്ഷെ എന്നാലും ഒരു 50 to 65,000 ഇടയ്ക്കായിരിക്കും ആ ഒരു സാലറീസ് വരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചില മാസങ്ങളിൽ അഡീഷണൽ അലവൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പിന്നെയും കുറച്ചുകൂടി നമുക്ക് അവിടെ കൂടും ചില മന്തുകളിൽ. പിന്നെ ഡെഫിനറ്റ്ലി ലൊക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെയും മാറ്റർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവിടെ നമ്മുടെ ഒരു സാലറി വരുന്നത് ഏകദേശം ഒരു 30 to 40-45 ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ആ ഒരു സാലറി വരുന്നത്. 30 to 40-45ന്റെ ഉള്ളിൽ സാലറി വരും ഏകദേശം. നമ്മുടെ ആ ഒരു ഡിഫറെന്റ് പോസ്റ്റിന് ഡിഫറെന്റ് സാലറിയാണ്, ബട്ട് ഡെഫിനറ്റ്ലി ആ ഒരു റേഞ്ചിന്റെ അകത്തായിരിക്കും സാലറി വരുന്നത്. സോ അത്യാവശ്യം ഒരു 40,000 അത്യാവശ്യം ഒരു 60,000 എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു 40 എന്താ പറയുക 35-55 എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാലറി ആണ് ഇവിടെ രണ്ട് കേസിനും വരുന്നത്. സോ അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ഒരു പോസ്റ്റാണ്. പിന്നെ അതുകൂടാതെ നമുക്കറിയാം വളരെ നല്ല ഒരു എന്താ പറയാ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഒരു വളരെ വലിയ ഓർഗനൈസേഷനാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. സോ ഒരുപാട് അലവൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പോസ്റ്റ് കൂടിയാണ്. നമ്മുടെ റെയിൽവേയുടെ അണ്ടറിൽ നടത്തുന്ന ഒരുപാട് എക്സാംസിൽ ഏറ്റവും നല്ലൊരു
പോസ്റ്റാണ് NTPC. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ് NTPC. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കാൻ പോകുന്നത്. സോ ഈ വട്ടം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി എക്സാം വരാനും ഇനിയും സമയമുണ്ട്. എക്സാം എങ്ങനെ ആയാലും നമുക്കതൊരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനെ കണ്ടക്ട് ആകത്തുള്ളൂ. ബിക്കോസ് നമുക്കറിയാം ഒരുപാട് റെയിൽവേയുടെ ഓൾറെഡി വിളിച്ചിട്ടുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. സോ ആ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ, ലൈക്ക് വിളിച്ച ഓർഡറിൽ തന്നെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ ഒരു എക്സാം വരുന്നത് എങ്ങനെയായാലും നമുക്കൊരു ഫെബ്രുവരി, മാർച്ച് ആ ഒരു സമയം അല്ലെങ്കിൽ അത് കഴിഞ്ഞേ കാണത്തുള്ളൂ. സോ നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഓൾമോസ്റ്റ് ഒരു 5 months എന്തായാലും കിട്ടും, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാൻ നല്ല സമയമുണ്ട്. ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങി, ലൈക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലും അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാൻ നല്ല സമയമുണ്ട്. 5 months നമുക്ക് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. നമുക്ക് ഒരു 2.5 months മതി ഇതിന്റെ ബേസിക്സ് ഒക്കെ കവർ ചെയ്യാൻ. അതിനുശേഷം പിന്നെ ഒരു 2.5 മാസം നമ്മൾ നല്ലപോലെ അതിനെ ഒന്ന് റിവൈസ് ചെയ്യും, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും, ഒന്ന് പ്രോപ്പർ പ്രാക്ടീസും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റുകളുടെ ഒരു ഐഡിയ ആൻഡ് നമ്മുടെ ആ ഒരു രജിസ്ട്രേഷനെ കുറിച്ചുള്ളതും രണ്ടിൻ്റെ ഒരു ബേസിക് കമ്പാരിസൺ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു എക്സാംസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ, ഈവൻ നിങ്ങൾക്കൊരു ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരോ നിങ്ങൾക്കൊരു ബാച്ചിലൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിലോ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8714764666 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ആൻഡ് ഈവൻ ഏതെങ്കിലും ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓഫർ പ്രൈസുകളിൽ നിങ്ങൾക്ക് ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. സോ ഐ ഹോപ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഓക്കെ, നേരത്തെ ഓൾറെഡി നമ്മൾ 3 to 4 months മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. ചില പോസ്റ്റുകൾ ഒഴിവായി, ചില പോസ്റ്റുകളുടെ പേര് മാറി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതിന്റെ ഒരു വേക്കൻസീസ് ഇൻക്രീസ് ആവട്ടെ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. സോ അതും നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. സോ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഓൺ ടൈം കിട്ടാൻ വേണ്ടി. സോ വരുന്ന സെഷൻസ് നമുക്ക് ഫ്യൂച്ചറിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.